ഹായ് ഗൈസ്, ഇതിൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു 2 വീക്ക് മുമ്പ് ഉണ്ടായ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അതിലെ വീഡിയോ കാണുമ്പം നമുക്ക് കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഇന്ന് ഒരു 2 ആഴ്ച മുമ്പായിട്ട് നമ്മൾ വീടിൻ്റെ മുന്നിൽ ഒരു ആക്സിഡൻറ്റ് നടന്നു. ആ സമയത്ത് നമ്മൾ അതിലൂടെ പാസ് ചെയ്ത് ഒരുപാട് വണ്ടിക്കാരനെ കൈ നീട്ടി. ഒരുപാട് വണ്ടിക്കാരനെ കൈ നീട്ടി. കാരണം അയാളുടെ ആക്സിഡൻ്റ് ആയി കടന്നപ്പോൾ അത്യാവശ്യം ഒരു സീരിയസ് ആയിരുന്നു. അപ്പോൾ ഒരു രാത്രി ഒരു 11 മണിയൊക്കെ ആയിരുന്നു തോന്നുന്നു. 11 മണി സമയത്താണ്. അപ്പം അത്യാവശ്യം സീരിയസ് ആയതുകൊണ്ട് ഞങ്ങൾ ഇതിൽ പാസ് ചെയ്ത് ഒരുപാട് വണ്ടികൾക്ക് നമ്മൾ കൈ നീട്ടി. അപ്പോൾ ആരും വണ്ടി നിർത്തിയില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കൈ നിർത്തി. കുറച്ച് സീരിയസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അയൽവാസി എന്ന രീതിയിൽ നമ്മളെല്ലാം മുൻകൈ ആയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാർ അയൽവാസികളൊക്കെ നേതൃത്വം നൽകി ഒരുപാട് വണ്ടിക്ക് കൈ നീട്ടി. പക്ഷെ ആ സമയത്തൊന്നും ഒരു വണ്ടി നിർത്തിയില്ല കേട്ടോ. ഒരുപാട് ടൈം കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു വണ്ടി കിട്ടിയതാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നാട്ടുകാരുടെ ഒരു വണ്ടി കിട്ടിയപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വിഷയത്തിൽ ഞാൻ ഫസ്റ്റ് തന്നെ വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നപ്പം അപ്ലോഡ് ആയതിന് മുമ്പേ പിന്നെ വേണ്ട ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി ഇങ്ങനൊരു കാര്യം നമ്മൾ പറയണമ്പോൾ നമ്മൾ കണ്ട കാര്യം നമ്മൾ പറയണ്ടേ. അപ്പം അങ്ങനെ സമയത്ത് എനിക്ക് വീണ്ടും ഈ ഒരു വീഡിയോ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ ആ സമയത്ത് പലരും നല്ല നല്ല വണ്ടി കാറൊക്കെ ആ സമയത്ത് ഇവിടെ പോയപ്പോൾ ഒരു കുറച്ച് രക്തം വണ്ടിയിലാവും വിചാരിച്ചിട്ട് പലരും അവിടെ വണ്ടി നിർത്തിയില്ല. അപ്പോൾ ആ രക്തം വണ്ടിയിലാകണമെങ്കിലും ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ അത് കേക്ക് കളഞ്ഞാൽ പോകാമെന്ന രക്തം ഉണ്ടാവുള്ളൂ. അതിൽ കുറച്ച് ചോരയാവും. അപ്പോൾ ആക്സിഡൻ്റ് ആണ്, വണ്ടി കുറച്ച് ചോരയാവും. അപ്പോൾ ഒന്ന് കേകിയാൽ മതി എന്ന് വിചാരിച്ച് കേകിയാൽ മതിയാകുമ്പം. അപ്പോൾ എന്നിട്ടും പലരും അതിലൂടെ പാസ് ചെയ്ത് പല വണ്ടിക്കാരും അവിടെ നിർത്തിയില്ല. അന്ന് രാത്രി സമയമാണ്, ആരും നിർത്തിയില്ല. അപ്പം പക്ഷെ നമ്മളും നിങ്ങളൊക്കെ റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുന്ന ആൾക്കാരാണ്. അപ്പം നമ്മക്കും നാളെ ഒരു സഹായം വേണ്ടി വരും. അങ്ങനെ വരാക്കട്ടെ, അങ്ങനെ ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ വേറെ ആൾക്കാർ, അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആ ഒരു പ്രദേശത്തെ ആൾക്കാരും കൊണ്ടുപോകുമ്പോൾ, അപ്പോൾ നമ്മളും ഇതേമാതിരിക്ക് നമുക്ക് പല വണ്ടിക്കാർ ആ സമയത്ത് അവിടെ വന്ന്. അപ്പോൾ പലർക്കും വണ്ടിക്ക് കൈകാട്ടി ആരും നിർത്തിയില്ല. അപ്പോൾ പലരും കൈ നീട്ടി, ഒരുപാട് വണ്ടിക്ക് നമ്മളവിടെ കൈ നീട്ടിയിരുന്നു. പക്ഷെ അവർക്ക് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ നാട്ടിലൊരു വണ്ടി വന്ന സമയത്ത് ഓക്കെ അയാൾ കയറ്റി കൊണ്ടുപോയി. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളും വണ്ടി കൊണ്ട് റോട്ടിൽ ഇറങ്ങുന്നതാണ്. നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് വന്ന് ഇടിച്ചാൽ പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു സഹായം ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ എന്നിട്ടും എനിക്ക് ആ വണ്ടിയിൽ കൂടെ പോയ ആൾക്കാരനൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുമാതിരി ഒരു മനുഷ്യനെന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും സീരിയസ് ആയി നിൽക്കുന്ന ഒരാളെ വണ്ടിക്ക് കയറ്റാൻ പോലും മനസ്സ് കാണാത്ത അവരെ നമ്മൾ എനിക്കെന്തോ ഒരു ഇത് വന്നു. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്ത്. അപ്പോൾ പലരും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളെ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞാൽ ഇതേമാതിരിക്ക് നമ്മളിപ്പോൾ പലരും ആ സമയത്ത് ഇവിടെ പാസ് ചെയ്ത് പലരും അവിടെ വണ്ടി നിർത്തിയില്ല. അപ്പോൾ ആ പാസ് ചെയ്ത് നാളെ ഒരു ഇതേമാതിരി അനുഭവം വരുമ്പോൾ അപ്പം നിങ്ങളതെല്ലാം ആലോചിച്ചിട്ടുണ്ട്, നിങ്ങളത് ചിന്തിക്കണം. അപ്പോൾ കാരണം പലരും വണ്ടിയിൽ രക്തമെന്നോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണമെങ്കിൽ ഹോസ്പിറ്റലിൽ, അങ്ങനെ കുടുംബക്കാർ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് വേണ്ടിയിട്ട് ഒരു ജീവൻ നമ്മൾ അത്രയും വില കൽപ്പിക്കണ്ടേ? ഒന്നില്ലെങ്കിൽ ജീവനല്ല, ആ ജീവൻ നമ്മൾ അത്രയും വില കൽപ്പിക്കണം. മനുഷ്യ ജീവൻ നമ്മൾ അത്രയും വില കൽപ്പിക്കണം. അപ്പോൾ ആ സമയത്ത് പോയ ഒരുപാട് ആൾക്കാർ, ഒരാളെന്നല്ല കേട്ടോ, ഒരുപാട് ആൾക്കാരോട് വണ്ടി നിർത്തിയില്ല. പലരും ഇങ്ങനെ നോക്കും, ഇങ്ങോട്ട് ശരിക്കും നമ്മൾ കാണുന്നത് ശരിക്കും ഇങ്ങനെ വണ്ടി തല പുറത്തേക്കാക്കി നോക്കിയിട്ട് നിർത്താൻ പറയുമ്പോൾ ഏറ്റവും പോക്കാം. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യേണ്ടത് വെച്ചു. ഞാൻ വീഡിയോ ചെയ്തായിരുന്നു, പിന്നെ ഡിലീറ്റ് ആക്കി. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ ഒരാളെ സഹായിച്ചാൽ മാത്രമേ നാളെ നമ്മളൊരാളെ സഹായിക്കുള്ളൂ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ സഹായിക്കുക, അപ്പോൾ മറ്റുള്ളവർ നമ്മളെ സഹായിക്കും. അല്ലാതെ ഇങ്ങനെ എനിക്കിത് കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യേണ്ടി, അങ്ങനെ വീഡിയോ ചെയ്താണ്.